സോ ഗൈസ് അസ്സലാമു അലൈക്കും. ഇന്നിപ്പം വന്നിട്ടുണ്ടായത് വർക്ക് മെറ്റീരിയലും വെച്ച് നമ്മൾ കിഡ്സിൻ്റെ ഫ്രോക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികൾക്കത് ഇറിറ്റേഷൻ ഇല്ലാണ്ട് എങ്ങനെയാണ് ഹൈഡായിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ള ഒരു ട്രിക്കായിട്ടാണ് വന്നിട്ടുണ്ടായത്. അതിനിപ്പോൾ ഫസ്റ്റ് വേണ്ടത് നമ്മൾ ലൈനിങ് മെയിൻ ക്ലോത്തിൽ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റണം. ആം ഹോളും നെക്കും ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതെങ്ങനെ ചെയ്തെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ഷേപ്പ് ചെയ്യുന്ന ഭാഗത്ത് എങ്ങനെയാണ് ഹൈഡായിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് പിന്നെ വന്നിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ വർക്കിലെ മെറ്റീരിയൽ ഉണ്ടാകുമ്പോൾ സീക്വൻസി മെറ്റീരിയൽ ആ ഒരു സംഭവം ഉണ്ടാകുമ്പം കുട്ടികൾക്ക് ഷേപ്പ് ചെയ്യുമ്പം സൈഡ് ഭാഗത്ത് കുത്തിയിട്ടൊന്നും ഇടാറില്ല. പിന്നെ ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടിക്ക് നമ്മളെ ആം ഹോളിൻ്റെ രണ്ട് സൈഡും ഒരുപോലെ കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം സൂചി കൊണ്ട് ഒന്നിത് പിൻ ചെയ്തിട്ട് വെക്കാൻ. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉൾഭാഗത്ത് കറക്റ്റ് നോക്കണം, മെയിൻ ക്ലോത്തും ലൈനിങ്ങും സെയിം ആയിട്ട് ഇതേപോലെ ഉണ്ടോയെന്ന്. അത് ആണെങ്കിൽ കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മെഷർമെൻറ്റ് എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ചിട്ട് ഒന്ന് മാർക്കിങ് ചെയ്തതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലോത്ത് പിന്നെ ഇതേപോലെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആം ഹോളും നമ്മൾ ഷേപ്പും ഇതേപോലെ ഹൈഡായിട്ട് കിട്ടും. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്നും കൂടി കണ്ടാൽ മതി കേട്ടോ. എൻ്റെ സംസാരം തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും അങ്ങനെയാണ് പറയാറുള്ളത്. അധികം മനസ്സിലാകുന്നില്ല എന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. അതുപോലെ ക്ലോത്തിലും തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ആ ഒരു ഭാഗത്തൊന്ന് ടക്കിങ് ചെയ്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പക്ഷേ എനിക്കത് ഇത്ര വലിയ ഒരു പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ട് ഞാനിത് ജസ്റ്റ് അവിടെ മാത്രം ആ ലൈനിങ്ങും മെയിൻ ക്ലോത്തും നീങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടക്കിങ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് മനസ്സിലായിട്ടില്ലെങ്കിലും സെക്കൻഡ് സൈഡും ഞാൻ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഒന്നും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. രണ്ടാമത് കാണുന്നവർക്ക് കാണാം, അല്ലെങ്കിൽ ഇത് ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ മതി നെക്സ്റ്റ് ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ ഷേപ്പിംഗ് ചെയ്തതിന് ശേഷം ഇതെല്ലാം നമ്മൾ മാർക്കിങ് കറക്റ്റാവുമെന്ന് എന്തായാലും നോക്കാനുണ്ട്. ഇല്ലെങ്കിൽ രണ്ടാമത് നമുക്ക് ഷേപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും. കാരണം ഇത് മൊത്തത്തിൽ ഹൈഡായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആം ഹോളിൻ്റെ ഇതും സ്ട്രാപ്പിൻ്റെ ഇത് സ്ട്രാപ്പ് മാത്രമുള്ളതിനല്ല. നിങ്ങൾ വിചാരിക്കും ഇത് സ്ട്രാപ്പ് മാത്രമുള്ള ഫ്രോക്കിനാണ് ഇതുപോലെ ഹൈഡായിട്ട് ചെയ്യാന്നുള്ളത്. എല്ലാ ഫ്രോക്കിനും ഇതേ രീതിക്ക് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് സൈഡ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കറക്റ്റ് ഇതിലൊന്നും കൂടി കോയിലും കൂക്കുന്നുണ്ട് കേട്ടോ, സോറി. അപ്പം മെയിൻ ക്ലോത്ത് ഒരേപോലെ വരണം, ലൈനിങ്ങും ഒരേപോലെ വരണം. എന്നിട്ട് ആം ഹോളിൻ്റെ ആ ഒരു സ്റ്റിച്ച് കറക്റ്റ് ഉണ്ടോയെന്ന് ഒന്ന് ശ്രദ്ധിക്കണം. അതാണ് ഇതിൻ്റെ നീറ്റ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ലൈന് കറക്റ്റായി നോക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് പിൻ ചെയ്തിട്ട് മാറ്റാം. പിൻ ചെയ്യുന്നത് തന്നെ ആ ഒരു കറക്റ്റ് ലെവൽ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് പിൻ ചെയ്തിട്ട് മാറ്റുന്നത്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ മെഷർമെൻറ്റ് നോക്കിയിട്ട് ഇതേപോലെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാൻ. എപ്പം പറയുന്നത് പോലെ തന്നെ സ്റ്റിച്ചിങ് ചെയ്തിട്ട് നമ്മൾ വേസ്റ്റ് പാർട്ടെല്ലാം നമ്മൾ അറ്റാച്ച് ചെയ്യൂലേ, അതിന് മുന്നേ നമ്മൾ ഈ ഒരു ഭാഗത്തിലെ മെഷർമെൻറ്റ് എന്തായാലും ചെക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ടായിന്. അതുപോലെ തന്നെ ഫസ്റ്റ് ചെയ്തതുപോലെ നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം ലൈനിങ്ങും മെയിൻ ക്ലോത്തും പോകാതിരിക്കാൻ വേണ്ടിക്ക് ഇതുപോലെ ഒന്ന് ടക്കിങ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു കുട്ടിയും ഇടാത്ത ഡ്രസ്സും കിട്ടുള്ളൂ. അപ്പോൾ സ്റ്റിച്ചിങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഉൾഭാഗം വരുന്നത് ഈ ഒരു രീതിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്രത്തോളം ഫിനിഷിങ് ഉണ്ടെന്ന്. അപ്പം ആം ഹോളിൻ്റെ ഭാഗത്തും ഷേപ്പിൻ്റെ ഭാഗത്തും മൊത്തത്തിലാണ് ഈ ഒരു ക്ലോത്ത് ഹൈഡായിട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പം കുറേ അമ്മമാർക്കുള്ള ഒരു പരാതിയാണ്, എൻ്റെ കുട്ടി ആ ഡ്രസ്സ് ഇടുന്നില്ല, ഈ ഡ്രസ്സ് ഇടുന്നില്ല എന്നുള്ളൂ. അതായത് സീക്വൻസ് മെറ്റീരിയൽ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് മേത്ത് കുത്തുന്നത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. നമ്മൾ ചെയ്യുന്നത് ഈ ഒരു രീതിക്കാണെന്ന് മനസ്സിലായി. ഇതിൻ്റെ കുറച്ച് വീഡിയോസ് മുന്നേ ഞാൻ ഓരോരോ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാൻ മടിക്കണ്ട. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ബോഡി പാർട്ട് നമ്മൾ എന്താ പറയുക മെയിൻ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ മെഷർമെൻറ്റ് എന്തായാലും നോക്കാൻ മറക്കല്ല, അല്ലെങ്കിൽ ഡബിൾ പണി കിട്ടും. അത് വേറെ കാര്യം.
അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ കുട്ടികൾക്ക് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നവരാണെങ്കിൽ ബോഡി പാർട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ട് നോക്കട്ടോ. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം പുതിയതായിട്ടുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം. ഓക്കെ, അസ്സലാമു അലൈക്കും.